പാർലമെന്റിൽ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഭ സമ്മേളിച്ച ദിനം മുതൽ രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി NDA മുന്നണിയെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. മുൻ കരസേനാ മേധാവിയുടെ പുസ്തകത്തിൽ തുടങ്ങിയുള്ള വിവാദം കത്തിനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാതെയാണ് സ്പീക്കർ BJPക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നത്. അതിനിടയിൽ ചില അപൂർവ സംഭവ വികാസങ്ങളും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി റവനീത് ബിട്ടു സിംഗുമായുള്ള വാക്കേറ്റം. നമുക്കറിയാം, ഈ പറയുന്ന ബിട്ടു സിംഗ് പഴയ കോൺഗ്രസുകാരനാണ്. അത്ര പഴയതല്ല. 2024 ഈ നേതാവ് കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയത്. പാർലമെന്റിൽ ഈ പഴയ കോൺഗ്രസുകാരനെ രാഹുൽ ഗാന്ധി കണക്കിന് വിമർശിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ബിട്ടുവിനെ ചതിയനായ സുഹൃത്തെന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. പേടിക്കണ്ട, നിങ്ങൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുവരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പതിവ് ശാന്തത കൈവിട്ട് വലിയ ക്ഷോഭത്തിലാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. 3 പ്രാവശ്യം കോൺഗ്രസ് MP-യായ റവനീത് ബിട്ടു 3ാം മോദി സർക്കാരിന്റെ റെയിൽവേ സഹമന്ത്രിയാണ്. ഇവർക്കിടയിലെ പോരിലേക്ക് നയിച്ചത് രാഹുൽ ഗാന്ധി അമേരിക്ക സന്ദർശന വേളയിൽ സിഖ് മതവിശ്വാസികളെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ്. ഇതിൽ പ്രതിഷേധിച്ച് രാഹുൽ ഗാന്ധി ഒന്നാന്തരം തീവ്രവാദിയാണെന്നും അദ്ദേഹത്തെ പിടികൂടുന്നവർക്ക് പ്രതിഫലം നൽകണമെന്നുള്ള ബിട്ടുവിന്റെ പ്രസ്താവന വൻ പ്രതിഷേധങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു. എന്നാൽ ബിട്ടുവിനെ തള്ളിക്കളയാതെ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയെ അപമാനിക്കുന്നുവെന്നാണ് BJP നേതാക്കൾ വാദിച്ചത്. തന്റെ പഴയകാല സുഹൃത്തായ ബിട്ടു BJPയിൽ ചേർന്നതിനു ശേഷം സൗഹൃദം മറന്ന് തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതാണ് രാഹുലിനെ ചൊടിപ്പിച്ച ഘടകം. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും രാജ്യവിരുദ്ധ ശക്തികളെ പിന്തുണയ്ക്കുന്ന രാഹുലിനെ വിമർശിക്കുന്നത് തുടരുമെന്നാണ് ബിട്ടു സഭയിൽ വ്യക്തമാക്കിയത്. ഇതോടെയാണ് നിങ്ങൾ ചതിയനാണെന്നും എന്റെ പഴയ സുഹൃത്താണെന്ന് പറയുന്നതിൽ ലജ്ജയുണ്ടെന്നും രാഹുൽ ഗാന്ധി സഭയിലെ MP-മാരെ സാക്ഷിയാക്കി പറഞ്ഞത്. നിയന്ത്രണം നഷ്ടപ്പെട്ട് ബിട്ടുവിന് നേരെ രാഹുൽ നടക്കാൻ തുടങ്ങിയപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരാണ് ഇടപെട്ട് അദ്ദേഹത്തെ ശാന്തനാക്കിയത്. പാർലമെന്റിന് പുറത്ത് ഇറങ്ങിയപ്പോഴും രാഹുലിന്റെ ദേഷ്യം ശമിച്ചിരുന്നില്ല. പാർലമെന്റിന് മുന്നിലും റവനീത് ബിട്ടുവും രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര് തുടർന്നു. രാവിലെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപായിരുന്നു ഈ ഏറ്റുമുട്ടൽ നടന്നത്. ചതിയനെന്ന് രാഹുൽ വിളിച്ചപ്പോൾ ദേശദ്രോഹിയെന്ന് രാഹുൽ ഗാന്ധിയെ ബിട്ടുവും തിരിച്ചു വിളിച്ചതോടെ രംഗം കൂടുതൽ കലുഷിതമായി. ലോക്സഭയിൽ നടന്ന ബഹളത്തിൽ സസ്പെൻഷനിലായ ഹൈബിയും ഡീൻ കുര്യാക്കോസും അടക്കമുള്ള 8 പ്രതിപക്ഷ MP-മാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തുകയായിരുന്നു. ഇവർക്ക് അഭിവാദ്യം അർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി അവിടെ എത്തിയത്. ഈ സമയത്താണ് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി റവനീത് ബിട്ടു അതുവഴി കടന്നുപോയത്. യുദ്ധം ജയിച്ചവരെ പോലെയാണ് ഇവർ ഇരിക്കുന്നത് എന്ന് പ്രതിഷേധ ധർണ നടത്തുന്ന സസ്പെൻഷനിലായ MP-മാരെ നോക്കി കേന്ദ്രമന്ത്രി റവനീത് ബിട്ടു പറഞ്ഞു. ഇതോടെയാണ് ബിട്ടുവിനെതിരെ രാഹുൽ രൂക്ഷ പ്രതികരണം നടത്തിയത്. ഇതാ ഒരു ചതിയൻ നടന്നുവരുന്നു, അയാളുടെ മുഖത്തേക്ക് നോക്കൂ എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞു. ഇതോടെ മറ്റു കോൺഗ്രസ് MP-മാരും ബിട്ടുവിന് നേരെ വിരൽ ചൂണ്ടി പ്രതിഷേധിച്ചു. തുടർന്ന് ഹസ്തദാനത്തിനായി രാഹുൽ ബിട്ടുവിന് നേരെ കൈനീട്ടി. ഹലോ സഹോദര, ചതിയനായ സുഹൃത്തെ, വിഷമിക്കേണ്ട, നിങ്ങൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചുവരുമെന്നും രാഹുൽ പറഞ്ഞു. അതേസമയം നിങ്ങൾ ദേശത്തിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ് റവനീത് ബിട്ടു ഹസ്തദാനത്തിന് വിസമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ രാജ്യദ്രോഹികളും രാജ്യത്തിന്റെ ശത്രുക്കളുമാണ്. രാജ്യത്തെയും സേനയെയും കുറിച്ച് എല്ലാ ദിവസവും മോശമായി സംസാരിക്കുന്നു. സിഖുകാരുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദികളായ ഗാന്ധി കുടുംബത്തിന്റെ പിൻഗാമിക്ക് ഒരു സർദാർ ഒരിക്കലും കൈകൊടുക്കില്ല എന്നും ബിട്ടു പറയുകയുണ്ടായി. ഇതോടെയാണ് രാഹുലിന്റെ നിയന്ത്രണം നഷ്ടമായത്. രാഹുലും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള വാക്പോരിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇവിടെ ചേർക്കുന്നുണ്ട്. കണ്ടുനോക്കാം. Traitor walking right by. Take a look at your face. This is what it looks like. Hello, brother. My traitor friend. Surrender. Don't worry, you'll come back. Surrender.